അമേരിക്കയിലും ഇറാനിലും റഷ്യയിലുമൊക്കെ ഇലക്ഷനുകൾ നടക്കാൻ പോകുന്ന സാഹചര്യമാണ്. മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങളിലെ ഫോറിൻ പോളിസിയിൽ മാറ്റങ്ങൾ വരുന്നു. ഉക്രൈൻ റഷ്യ യുദ്ധം കൂടുതൽ രൂക്ഷമാകുന്നു. ഇങ്ങനെ ഒട്ടനേകം ജിയോ പൊളിറ്റിക്കൽ ബ്രേക്ക് ത്രൂസ് അടുത്തടുത്ത സമയങ്ങളിൽ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിലാണ് അമേരിക്കയിലെ പ്രശസ്തനായ മാധ്യമപ്രവർത്തകൻ ടക്കർ കാൾസൺ രഹസ്യമായി അമേരിക്കൻ അധികാരികളുടെ കണ്ണുകൾ വെട്ടിച്ചുകൊണ്ട് റഷ്യയിലേക്ക് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഇന്റർവ്യൂ എടുക്കാൻ എത്തിയത്. ഈ ഇന്റർവ്യൂ നടക്കാതിരിക്കാൻ അമേരിക്കൻ യൂറോപ്യൻ അധികാരികൾ പല തടസ്സങ്ങളും സൃഷ്ടിച്ചിരുന്നു. കാരണം ലോകമെമ്പാടും മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന അമേരിക്കൻ ലോബികളുടെ കള്ളത്തരങ്ങളും കുറ്റകൃത്യങ്ങളും പ്രസിഡന്റ് പുടിൻ വിളിച്ചു പറയുമെന്ന് അമേരിക്കക്ക് നന്നായിട്ടറിയാം. ഇത്തരത്തിലുള്ള സത്യങ്ങൾ തങ്ങളുടെ ജനത അറിഞ്ഞാൽ അതവരുടെ നിലനിൽപ്പിനെ ബാധിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് മാധ്യമപ്രവർത്തകൻ ടക്കർ കാൾസനെ അവർ തടയാൻ ശ്രമിച്ചത്. ഏകദേശം 2.25 മണിക്കൂറോളം നീണ്ടുനിന്ന ഇന്റർവ്യൂവിൽ അമേരിക്ക റഷ്യയുടെ മേൽ മുദ്രകുത്തിയ പല വിഷയങ്ങളെയും സംബന്ധിച്ച് കാൾസൺ പുടിനോട് ചോദ്യങ്ങൾ ചോദിച്ചു. എന്നാൽ ഇതിനെല്ലാം അദ്ദേഹം മറുപടി കൊടുത്തത് മുൻകഴിഞ്ഞുപോയ ചരിത്രങ്ങളും ചില സംഭവങ്ങളും ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു. റഷ്യ ഉക്രൈൻ യുദ്ധം ഉണ്ടാകാനുള്ള കാരണക്കാർ ആരാണ് എന്ന ചോദ്യമായിരുന്നു ആദ്യത്തേത്. പുടിൻ പറഞ്ഞു, റഷ്യ വളരാൻ പാടില്ല എന്നുള്ള അമേരിക്കയുടെയും യൂറോപ്പിന്റെയും താൽപര്യമാണ് ഈ യുദ്ധത്തിന് വഴിയൊരുക്കിയത്. സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിടുമ്പോൾ ഇരു ചേരികളും തമ്മിലുണ്ടാക്കിയ ഉടമ്പടികളെല്ലാം അവർ ലംഘിച്ചു. ഇതിന്റെ ഭാഗമായി മുൻ റഷ്യൻ രാഷ്ട്രങ്ങളിൽപ്പെട്ട ഭൂരിപക്ഷം രാഷ്ട്രങ്ങളെയും അവർ അമേരിക്കൻ സൈനിക സംഘടനയായ നാറ്റോയുടെ ഭാഗമാക്കി. റഷ്യൻ വിരുദ്ധ പ്രവർത്തനങ്ങൾ അതിർത്തിയിലേക്ക് വ്യാപിപ്പിച്ചു. എന്നാൽ 2000-ൽ താൻ റഷ്യയിൽ ഭരണത്തിൽ വന്നപ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റായ ബിൽ ക്ലിന്റനുമായി ചർച്ചകൾ നടത്തി. തങ്ങളെയും നാറ്റോയുടെ ഭാഗമാക്കാൻ പുടിൻ ആവശ്യപ്പെട്ടപ്പോൾ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആലോചിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു. ശേഷം അമേരിക്കയുടെ മുതിർന്ന CIA ഉദ്യോഗസ്ഥരിൽ ചിലർ ഇതിനെ എതിർത്തതിന്റെ പേരിൽ ആ ദൗത്യം നടക്കാതെ പോയി. കാൾസൺ ചോദിച്ചു, എന്തിനാണ് അവർ അതിനെ എതിർത്തത്? അമേരിക്ക എന്ന വൻ രാഷ്ട്രത്തിന്റെ തലവനായ പ്രസിഡന്റിന്റെ തീരുമാനം പോലും തടയാൻ കഴിവുള്ള ഏത് ഏജൻസിയാണ് ഇതിനു പിന്നിൽ? പുടിൻ പറഞ്ഞു, അതെനിക്കറിയില്ല. പക്ഷേ ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുക്കപ്പെട്ട അമേരിക്കൻ അധികാരികളെ നിയന്ത്രിക്കാനും ശാസിക്കാനും കഴിവുള്ള ഇലൈറ്റ്സ് ഗവൺമെന്റിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. എന്തിനാണ് അവർ അങ്ങനെ ചെയ്തതെന്നോ ആരാണ് അവരെന്നോ തനിക്കറിയില്ല, പുടിൻ കൂട്ടിച്ചേർത്തു. തനിക്കറിയില്ല എന്ന് പ്രസിഡന്റ് പുടിൻ പറഞ്ഞെങ്കിലും ഇതിന് പിന്നിലുള്ള സകല കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാമെന്നും എന്താണ് അവരുടെ ഉദ്ദേശമെന്ന് നല്ല ബോധ്യമുണ്ടെന്നും ഉറപ്പാണ്. പക്ഷേ പല രാഷ്ട്രീയ കാരണങ്ങളാൽ അദ്ദേഹം അത് പുറത്തു പറയില്ല. 2008-ൽ ജനാധിപത്യ വ്യവസ്ഥയിൽ ഉക്രൈനിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റായി റഷ്യ നല്ല ബന്ധത്തിലായിരുന്നു. തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നുള്ള വിശ്വാസവും ഉണ്ടായിരുന്നു. എന്നാൽ 2014-ൽ അമേരിക്കൻ പിന്തുണയോടെ ഉക്രൈനിൽ നടന്ന പട്ടാള അട്ടിമറിയിൽ ജനാധിപത്യ ഗവൺമെന്റ് താഴെ വീണു. പകരം അമേരിക്കൻ ചാരസംഘടനയായ CIA-യുടെ സഹായത്തോടെ പ്രോ വെസ്റ്റേൺ സെലൻസ്കി ഗവൺമെന്റ് ഉക്രൈനിൽ ഭരണത്തിൽ വന്നു. ഇതിനിടെ 3 തവണയാണ് റഷ്യ അമേരിക്കയോട് അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ അഭ്യർത്ഥന നടത്തിയത്. അതിനൊന്നും ഫലം കാണാതെ വന്നപ്പോഴാണ് 2014-ൽ തങ്ങളുടെ ബോർഡറിൽ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഉക്രൈന്റെ ഭാഗമായ ക്രിമിയ റഷ്യ പിടിച്ചടക്കിയത്. പിന്നെയും വർഷങ്ങൾ കടന്നുപോയി. 2019 എത്തിയപ്പോഴേക്കും റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ഉക്രൈനിലുള്ള ന്യൂനപക്ഷങ്ങളെ ഗവൺമെന്റ് വേട്ടയാടാൻ തുടങ്ങിയിരുന്നു. ഇതിനെ തടയിടാൻ വേണ്ടി തുർക്കിയിലെ ഇസ്തംബുളിൽ വെച്ച് റഷ്യയുടെയും ഉക്രൈന്റെയും തലവന്മാർ സമാധാന കരാറിൽ ഏർപ്പെട്ടു. പുടിൻ പറഞ്ഞു, ഇതോടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നാണ് ഞങ്ങൾ വിചാരിച്ചതെങ്കിലും അന്നത്തെ ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായ ബോറിസ് ജോൺസൺ ഈ വിഷയത്തിൽ ഇടപെടുകയും സമാധാന കരാറിൽ നിന്ന് പിൻവാങ്ങുവാനും റഷ്യൻ വിരുദ്ധ നയങ്ങൾ സ്വീകരിക്കുവാനും വേണ്ടി ഉക്രൈൻ ഭരണകൂടത്തിനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ രണ്ടാമത്തെ തവണയും അമേരിക്കൻ സഖ്യം ഉടമ്പടികൾ തെറ്റിച്ചു. റഷ്യൻ വിരുദ്ധ നയങ്ങൾ അവർ ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അതിനുവേണ്ടി നാസി ഐഡിയോളജികൾ അവർ പ്രോത്സാഹിപ്പിച്ചു. റഷ്യൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന മേഖലയിലെ ന്യൂനപക്ഷങ്ങളെ അവർ പീഡിപ്പിച്ചു. ഇതൊന്നും കൂടാതെ റഷ്യയുടെ തകർച്ചയ്ക്കു വേണ്ടി നിലകൊള്ളുന്ന സൈനിക സംഘടനയായ നാറ്റോയിൽ അംഗമാകാൻ തീരുമാനമെടുത്തു. ഈ നിലപാടാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിന് വഴിയൊരുക്കിയത്. ടക്കർ കാൾസൺ ചോദിച്ചു, എന്തിനാണ് 2019-ൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ റഷ്യ ഉക്രൈൻ സമാധാന കരാർ അട്ടിമറിച്ചത്? എന്താവശ്യത്തിനാണ് അയാളത് ചെയ്തത്? പുടിൻ പറഞ്ഞു, അതെനിക്കറിയില്ല. എന്നാൽ അയാളുടെ ആ നിലപാടു കാരണം ഇന്ന് വലിയൊരു യുദ്ധമുണ്ടായി. ഉക്രൈന്റെ സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു. ജനങ്ങൾ ബുദ്ധിമുട്ടിലായി. ഇതിനൊക്കെ ഉത്തരവാദിയായ ജോൺസൺ ഇന്ന് എവിടെയാണ്? പുടിൻ ചോദിച്ചു. അയാൾ പ്രധാനമന്ത്രിയല്ല ഇന്ന്. അയാളുടെ ഭരണം നഷ്ടപ്പെട്ടു. ഇതെല്ലാം വിവരിക്കുമ്പോൾ പുടിൻ പറയാതെ പറയുന്ന ഒരു കാര്യമുണ്ട്. യൂറോപ്യൻ അമേരിക്കൻ ചേരികൾ പ്രവർത്തിക്കുന്നത് മറ്റേതോ അദൃശ്യ ശക്തികളുടെ താൽപര്യത്താലാണ്. അവരുടെ സ്വാർത്ഥ താൽപര്യങ്ങൾക്ക് വേണ്ടി യൂറോപ്യൻ ജനതയെ അവർ ബലിയാടാക്കുകയാണ്. ഇവിടെ ചിന്തിക്കേണ്ട മറ്റൊരു പ്രസക്തമായ വിഷയമെന്തെന്നാൽ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ഭരണത്തിലിരിക്കുന്ന സമയത്ത് അദ്ദേഹം അടിക്കടി മാധ്യമങ്ങളോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. തനിക്കെതിരെ അമേരിക്കൻ അധികാരികൾക്കുള്ളിൽ തന്നെ ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ട്. ആ സംഘത്തെ അദ്ദേഹം ഡീപ് സ്റ്റേറ്റ് എന്ന പേരിലാണ് അഭിസംബോധന ചെയ്തത്.
അവരുടെ താൽപ്പര്യത്തിനെതിരെ ഏതെങ്കിലും പ്രസിഡന്റ് പ്രവർത്തിച്ചാൽ അയാളെ സ്ഥാനഭ്രഷ്ടനാക്കാനുള്ള കഴിവ് ഡീപ് സ്റ്റേറ്റിനുണ്ട്. ട്രംപിന്റെ ഈ വാക്കുകൾ ആ സമയത്ത് മാധ്യമങ്ങളിൽ വാർത്തയായെങ്കിലും വൈകാതെ തന്നെ അദ്ദേഹത്തിന്റെ ഭരണം നഷ്ടപ്പെട്ടു. അതോടെ മാധ്യമങ്ങളിൽ നിന്ന് വാർത്ത അപ്രത്യക്ഷമായി. കാൾസൺ ചോദിച്ചു, റഷ്യയെ എന്തിനാണ് എപ്പോഴും എതിർവശത്ത് നിർത്തുന്നത്? ആരാണ് റഷ്യയുടെ ഗ്യാസ് സപ്ലൈ ലൈനായ നോർഡ് സ്ട്രീം തകർത്തത്? പുടിൻ പറഞ്ഞു, അത് തകർത്തത് ആരാണെന്ന് കൂടുതൽ ചിന്തിക്കേണ്ട ആവശ്യമെന്താണ്? അത് തകരുന്നതുകൊണ്ട് ആർക്കാണ് ലാഭമുണ്ടാവുക? റഷ്യക്കുമേൽ നിരന്തരം ഉപരോധം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്ന അമേരിക്കൻ സഖ്യത്തിന് തന്നെ. റഷ്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉപരോധം ഏറ്റുവാങ്ങുന്ന രാഷ്ട്രങ്ങളിൽ ഒന്നാണ്. എന്നിട്ടും റഷ്യൻ സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാൻ അവർക്ക് സാധിച്ചില്ല. ഈ ഉപരോധങ്ങൾക്കിടയിൽ യൂറോപ്പിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയായി റഷ്യ മാറി. അത് സഹിക്കാതെ വന്നപ്പോഴാണ് റഷ്യയുടെ ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ്സിലൊന്നായ ഗ്യാസ് സപ്ലൈ സെക്ടർ തകർക്കാൻ വേണ്ടി നോർഡ് സ്ട്രീം സപ്ലൈ ലൈൻ അവർ നശിപ്പിച്ചത്. കാൾസൺ ചോദിച്ചു, ഈ വാദത്തിന് താങ്കളുടെ കയ്യിൽ എന്തെങ്കിലും തെളിവുണ്ടോ? പുടിൻ പറഞ്ഞു, തെളിവുകൾ നിരത്തി ഒരിക്കലും അമേരിക്കക്കെതിരെ വിജയിക്കാൻ കഴിയില്ല. കാരണം ലോകമെമ്പാടും പ്രൊപ്പഗണ്ടകൾ പറഞ്ഞു പരത്തുന്ന മാധ്യമ ശൃംഖലകളെല്ലാം നിയന്ത്രിക്കുന്നത് അമേരിക്കൻ ലോബികളാണ്. അങ്ങനെയിരിക്കെ ഞങ്ങൾ സത്യം കൊണ്ടുവന്നാലും ഇത് വളച്ചൊടിച്ച് മറ്റൊരു രീതിയിൽ ലോകത്തിനു മുമ്പിൽ കാണിക്കാൻ അവർക്ക് സാധിക്കും എന്ന് പുടിൻ പറയാതെ പറഞ്ഞു. അടുത്തതായി കാൾസൺ ചോദിച്ചു, ലോകത്തെ ഒന്നാകെ ഒരുമിപ്പിക്കുന്ന അമേരിക്കൻ ഡോളർ ഉപയോഗിച്ച് റഷ്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയത് റഷ്യയെ എത്രത്തോളം ബാധിച്ചു? പുടിൻ പറഞ്ഞു, ഈ രീതിയിലുള്ള പ്രവൃത്തി അമേരിക്കയെ എങ്ങനെ നശിപ്പിക്കുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. നിലവിൽ റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് വരെ ലോകത്തിൽ ഭൂരിപക്ഷം വരുന്ന രാഷ്ട്രങ്ങൾ ഏറ്റവുമധികം റിസർവ് മണിയായി സൂക്ഷിക്കുന്ന കറൻസിയായിരുന്നു അമേരിക്കൻ ഡോളർ. എന്നാൽ ഈ ഡോളർ ഉപയോഗിച്ച് അമേരിക്ക രാഷ്ട്രങ്ങളെ നിയന്ത്രിക്കുന്നു. മറ്റ് രാഷ്ട്രങ്ങളുടെ സ്വിഫ്റ്റ് ട്രാൻസാക്ഷനുകൾ തടയുന്നു, സമ്പത്തുകൾ ഫ്രീസ് ചെയ്യുന്നു, സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തുന്നു. അമേരിക്ക നാളെ തങ്ങൾക്കും എതിരെ ഭീഷണിയായി ഉയർന്നു വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ അമേരിക്കയുടെ മിഡിൽ ഈസ്റ്റിലെ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികൾ ഇന്ന് സ്വന്തം കറൻസിയിലേക്കും ചൈനീസ് യുവാനിലേക്കുമൊക്കെ ആശ്രിതരാവാൻ തുടങ്ങിയത് റഷ്യ കാണിച്ചു കൊടുത്ത മാതൃകയിലൂടെയാണ്. ബുദ്ധിയുള്ള ഏതൊരു രാഷ്ട്രീയ നിരീക്ഷകനും മനസ്സിലാക്കാവുന്നതേയുള്ളൂ, ഈ രീതിയിൽ അമേരിക്കൻ ഡോളർ പിന്തള്ളപ്പെട്ടാൽ അമേരിക്കൻ ഡോളറിന്റെ ഭാവി അപകടത്തിലാണ്. അമേരിക്ക സ്വന്തം കറൻസിയെയും സ്വന്തം നിലനിൽപ്പിനെയും സ്വന്തം പ്രവൃത്തികൾ കൊണ്ട് തന്നെ നശിപ്പിക്കുകയാണ്. പുടിൻ മറുപടി പറഞ്ഞു. കൂടാതെ ഭാവിയിൽ അമേരിക്കൻ ഡോളറിന്റെ സ്ഥാനം ചൈനീസ് യുവാൻ എങ്ങനെ കൈക്കലാക്കിയെടുക്കും എന്നുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. കാൾസൺ ചോദിച്ചു, ഇനി എങ്ങനെയാണ് യുദ്ധത്തിൽ നിന്ന് ഇരു കക്ഷികളും പിന്മാറുക? എങ്ങനെയാണ് ഈ യുദ്ധം അവസാനിപ്പിക്കുക? താങ്കൾക്ക് അതിനുവേണ്ടി ഒന്ന് മുൻകൈയെടുത്തുകൂടെ? പുടിൻ പറഞ്ഞു, ഇത് അവസാനിപ്പിക്കാൻ വേണ്ടി പലതവണ റഷ്യ ശ്രമിച്ചതായിരുന്നു. അവസാനം പറഞ്ഞ 2019 ഇസ്താൻബുൾ കരാർ ഉൾപ്പെടെ അതിന്റെ ഭാഗമാണ്. എന്നാൽ ഉക്രൈൻ പ്രസിഡന്റ് തന്നെ റഷ്യയുമായി ഒരു കരാറിൽ ഏർപ്പെടുന്നതിനെ തൊട്ട് തടയുന്ന ബില്ല് അവരുടെ പാർലമെന്റിൽ പാസാക്കി. എന്താണ് ഇതിനർത്ഥം? ഇതിൽ താൽപര്യപ്പെടാത്തത് ഞങ്ങളാണോ അതോ അവരോ? പുടിൻ ചോദിച്ചു. ഇപ്പോഴും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഉക്രൈനിലെ ഭൂരിപക്ഷം വരുന്ന ഓർത്തഡോക്സ് ക്രിസ്ത്യൻ വിഭാഗത്തെ അടിച്ചമർത്താനാണ്. കാരണം ഈ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ വേര് റഷ്യയിലാണ്. റഷ്യയിൽ നിന്നുള്ള വിഭാഗമാണ് അവർ. ഞങ്ങളുടെ റഷ്യൻ ജനങ്ങളും ഉക്രൈനകത്ത് താമസിക്കുന്ന ഈ പറയുന്ന ജനങ്ങളും ഒന്നാണ് എന്നുള്ളത് ഭൂരിപക്ഷം വരുന്ന ഓർത്തഡോക്സ് ക്രിസ്ത്യൻ വിഭാഗത്തിന് നല്ല ബോധ്യമുണ്ട്. ഭാവിയിൽ റഷ്യയുമായി കൂടിച്ചേരാൻ ഇവർ ആഗ്രഹിക്കും എന്നുള്ള സത്യം അറിയാവുന്നതുകൊണ്ടാണ് ക്രിസ്തീയ വിഭാഗങ്ങൾക്ക് നേരെയും പള്ളികൾക്ക് നേരെയും വിശ്വാസത്തിന് നേരെയും ഉക്രൈൻ ഭരണകൂടം ഭീഷണി ഉയർത്തുന്നത്, പുടിൻ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വ്യക്തമായ മിലിറ്ററി ഗോൾസ് അച്ചീവ് ചെയ്യാതെ ഞങ്ങൾ ഈ ചെറുത്തുനിൽപ്പ് അവസാനിപ്പിക്കുകയില്ല. അതിലൊന്ന് റഷ്യൻ ഭാഷ സംസാരിക്കുന്ന വിഭാഗങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കലാണ്. 2 ഉക്രൈനെ പരിപൂർണമായി പാശ്ചാത്യ ശക്തികളിൽ നിന്നും നാസി ഐഡിയോളജിയിൽ നിന്നും മോചിപ്പിച്ച് സ്വതന്ത്ര രാഷ്ട്രമാക്കലാണ്. 3 ഭാവിയിൽ ഉക്രൈൻ റഷ്യക്ക് ഭീഷണിയായി നാറ്റോയിലേക്ക് പോവുകയില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യണം, പുടിൻ കൂട്ടിച്ചേർത്തു. അവസാനമായി കാൾസൺ ചോദിച്ചു, റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? റഷ്യയുടെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരുമെന്ന ഭയം നാറ്റോ മിലിറ്ററി സംഘടനക്കുണ്ടോ? പുടിൻ പറഞ്ഞു, ഈ യുദ്ധം അവസാനിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ മുൻകൈയെടുത്തത് ഞങ്ങളാണ്. ഇപ്പോഴും പറയുന്നു, ഞങ്ങൾക്ക് താൽപ്പര്യമുണ്ട്. പക്ഷേ ന്യായമായ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ അമേരിക്കക്കും അവരുടെ മിലിറ്ററി സംഘടനയായ നാറ്റോയ്ക്കും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് യുദ്ധം വഷളാകുന്നത്. എന്നാൽ എനിക്കൊരു കാര്യം ഉറപ്പു പറയാൻ സാധിക്കും, പുടിൻ പറഞ്ഞു. അവസാനം റഷ്യ പറയുന്ന നിലപാട് അംഗീകരിക്കാൻ അവർ നിർബന്ധിതരാകും എന്ന സത്യം നാറ്റോ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ഇവിടെ പുടിൻ സംസാരിച്ചത് നിലവിലെ ജിയോപൊളിറ്റിക്സിൽ നടക്കുന്ന പ്രധാന വിഷയങ്ങളെപ്പറ്റിയാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം എങ്ങനെ തുടങ്ങി?
അത് എങ്ങനെ അവസാനിപ്പിക്കാം? എന്തുകൊണ്ട് തുടങ്ങി? ആരാണ് അതിന് പിന്നിൽ? മാറിവരുന്ന മൾട്ടിപോളാർ വേൾഡിന്റെ ഫോറിൻ പോളിസി. ലോകരാഷ്ട്രങ്ങൾ അമേരിക്കൻ ഡോളറിൽ നിന്ന് ചൈനീസ് യുവാനിലേക്ക് അല്ലെങ്കിൽ തനതായ കറൻസിയിലേക്ക് ചുവടുമാറ്റുന്നത്. റഷ്യൻ സാമ്പത്തിക വ്യവസ്ഥ എങ്ങനെ മറ്റു രാഷ്ട്രങ്ങൾക്കൊരു വഴികാട്ടിയായി എന്നത്. അമേരിക്കൻ ഫോറിൻ പോളിസികൾ തകരാനുള്ള കാരണം എന്ത്? അമേരിക്കൻ മേധാവിത്വം നശിക്കുന്നതെങ്ങനെ? എക്കാലവും അമേരിക്കക്ക് രാജാവായി കഴിയാൻ പറ്റുകയില്ല എന്നും ലോകം മാറുമ്പോൾ ആ മാറ്റം അംഗീകരിച്ചു കൊടുക്കേണ്ടി വരുമെന്നും വ്ളാഡിമിർ പുടിൻ ഈ ഇന്റർവ്യൂവിലൂടെ വ്യക്തമാക്കി.